ഹേയ് ഷെറിയ, പിന്നെ എന്താ കുട്ടി എന്തിനാ അങ്ങനെ കരയണേ? പിന്നെ ആ പെണ്ണിന്റെ പേരെന്താണ് ഇവിടെ നിക്കണേ? നമ്മളെ പണിക്ക് നിക്കണ ആ പെണ്ണിന്റെ പേരെന്താ? സീനത്തെ, സീനത്ത് ഒന്നുണ്ട് വന്നേ. ഈ പിന്നെ ഒരു പ്രസവിച്ച് കൊടുക്കണ സ്ത്രീകൾക്ക് കൊടുക്കണ എന്തോ ഒരു ലേഹ്യ അരിഷ്ടം എന്തോ പറഞ്ഞിരുന്നല്ലോ. പൂക്കുല ലേഹ്യ. ഞാൻ അവിടെ എത്തിയിട്ട് പേര് മറക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കണ്ട കേട്ടാ. കുട്ടീനെ നോക്കണട്ടാ, കരയണ്. ഷെറിയ ഞാൻ പോവട്ടാ. കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉള്ളിലേക്കും വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ എത്ര വേണം? രണ്ടും ഓരോ കിലോ മതി. ഓരോ കിലോ? ഇത്തിരി ഈത്തപ്പഴം കേട്ടാ. ശരി, 1 കിലോ വേണം. ശരി, ഞാൻ ഈ ലേഹ്യത്തിന്റെ പേര് മറിയ വാട്സപ്പിൽ നോക്കട്ടെ കേട്ടാ. ഷെറിയ, ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ എന്തേലും വാങ്ങണ്ടേണ്ടാ? രാവിലെ വെളുത്തുള്ളി, ഉള്ളി, പിന്നെ എന്താ ഈത്തപ്പഴ, എന്താ ലേഹ്യത്തിനുള്ള സാധനമൊക്കെ വാങ്ങാൻ പറഞ്ഞായിരുന്നു. അവരോട് ആ ലേഹ്യത്തിന്റെ പേരൊന്നും കൂടി ചോദിച്ചു നോക്കിയാ. എന്താണ്? പൂക്കുള്ളി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയൊന്നും വാങ്ങാനില്ലല്ലോ, ഞാൻ ഇറങ്ങാട്ടാ. എന്നാ ശരി, എന്നാ ഓക്കെ. എന്നാ സാധനങ്ങൾ കേട്ടാ. എന്തേലും ഉണ്ടാ വേറെ? ഇല്ല, ഇപ്പൊന്നും വേണ്ട. ശരി. അതെ, ഇക്ക ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പൈസ ഉണ്ടാവോ? ഒരു 5000 രൂപ തരാന്. എത്ര? 5000. ഷെറിയുടെ അടുത്ത് വാങ്ങായിരുന്നില്ലെന്നാ? ഇത്താടെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞ? എന്തേലും അത്യാവശ്യം എന്താ? മോന് ഫീസ് കൊടുക്കാനുള്ള സമയായേ. ഷെറി ഇല്ലാന്ന് പറയും? അവരുടെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞു. എന്താ ചെയ്യാൻ? ബുദ്ധിമുട്ടില്ലെങ്കിലും ഉണ്ടാവാ. വേറെ എന്നാലേ പൈസ ഉണ്ട്, പക്ഷെ എന്റെ അക്കൗണ്ടിലാ. എനിക്ക് മോനിക്ക് അയച്ചു കൊടുക്കന്നെ വേണ്ടത്. അക്കൗണ്ടിൽ ഇട്ടെന്നാ മതി. അതെ, നമ്പർ തന്നാ മതി. പിന്നെ അപ്പൊ ഞാൻ ആ അക്കൗണ്ടിലേക്ക് ഇടാം കേട്ടാ. ആയിക്കോട്ടെ. ഞാനിത് തന്നത് ഓള് അറിയും വേണ്ട കേട്ടാ. നമ്മളെ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. ഓള് ഇല്ലാന്ന് പറഞ്ഞല്ലേ കേട്ടാ. ഞാൻ തരാട്ടാ. ശരി. ഹലോ, സീനത്തല്ലേ? അതെ, സീനയാണ്. പിന്നെ ഞാൻ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. കിട്ടിയോ? കിട്ടി. ഞാൻ മോനിക്ക് അയച്ചു കൊടുത്തു. ഞാനത് ഇവിടുന്ന് ഫോൺ ചെയ്ത് ഞാൻ അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിട്ട്. അവിടെ കിട്ടിയിട്ടില്ലേ, ചിലപ്പോ എന്തെങ്കിലും ബ്ലോക്ക് വന്നോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചത്. ഇല്ല, അപ്പൊ തന്നെ കിട്ടിയത്. എന്തേലും അത്യാവശ്യം? മോന ശരി. മോന്റെ ഫീസ് കൊടുക്കാൻ വേണ്ടിട്ടേ. 3 മാസം കൂടുമ്പോഴാണ് മോനിക്ക് ഫീസ്. ആളിപ്പോ എന്താ പഠിക്കണത്? ഓനിപ്പോ ഇതിന്റെ കോഴ്സിന് പഠിക്കുക. വിഷ്വലൈസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോഴ്സിന് പഠിക്കുക. ശരി. മോൻ മാത്രമേ ഉള്ളൂ വീട്ടില്? മോന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ അമ്മ. ശരി. ഉമ്മയും ഞാൻ ചോദിക്കലില്ല നിങ്ങളോട്, കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഇതുവരെ. ഉമ്മയും മോനും മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഹസ്ബൻഡ് ഇല്ലേ? ഒരു ആക്സിഡന്റില് 4 കൊല്ലം മുന്നേ മരിച്ചു. ശരി.
ആ ഓക്കെ. ആ പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങണ്ടുണ്ടെന്ന്? ഇപ്പൊ ഞാണ്ട് വരാൻ നിൽക്കാണ്. ഇല്ലില്ല, വേറെ ഒന്നും മേടിക്കാനില്ല. ഷെറി എന്താ ചെയ്യണ്? കുട്ടിയും താത്തയും ഉറങ്ങാ. ആ ശരി ശരി. ആ അതാണ് കരച്ചിലൊന്നും കേൾക്കണില്ല, ഉറക്കാവും കുട്ടി. ഇല്ല ഇല്ല, രണ്ടുപേരും നല്ല ഉറക്കം. ഞാൻ അപ്പണ്ട് വന്നിട്ടുള്ളൂ. ശരി എന്നാട്ടാ. ആ ശരി. ഞാൻ ലേശം വെള്ളം എടുക്കാൻ വേണ്ടിട്ടേ. ഞാൻ എടുത്തരാം. ഇത് മതിയോ? ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ എടുത്ത് തന്നോടോ. അവിടെ എല്ലാം ആരെങ്കിലും കാണും. ആര് കാണാനാ കൂടെ? ഇപ്പൊ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അപ്പുറത്തൊക്കെ നോക്കി, അപ്പൊ അടുക്കളയിലാവെന്ന് വിചാരിച്ച്. പിന്നെ എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളണ്ടിട്ടാ. നോക്കണെങ്കി പോയിക്കോ. സാറേ 4 മണിയായി. 4 മണിയല്ലേ ആയിട്ടുള്ളൂ. കുറച്ചേരം കൂടി കേൾക്കാം. മതി ചെല്ലേ. ഓള് നീക്കാൻ 5:30 ആവും. ഞങ്ങക്കെന്താ പേടി? പിന്നെ പേടിയില്ലാതെ പോയോടുന്നു. അതെ, ആ സാറ് വിളി ഒന്ന് മാറ്റിക്കോട്ടെ. എന്തിനാണ് ഇനിയിപ്പൊ അങ്ങനെ ഒരു വിളി? പിന്നെ ഷെറി പ്രസവിച്ചിട്ട് ശരിക്കും നിനക്ക് എത്ര ദിവസമായി? 25. എനിക്ക് പേടിയുണ്ട്. അങ്ങോട്ട് കേൾക്കൂല. ഓള് നല്ല ഉറക്കമാവും, പിന്നെ നീറ്റ് വരുമൊന്നുമില്ല. പിന്നെ 40 വരെയാണ് ഇപ്പോൾ എന്നോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 40 ഇപ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേനാവും. ഞാനത് മാറ്റിയിട്ട് 90 വരെ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. കുട്ടിക്കൊരു 90 ദിവസം വരെ ആവണ വരെ നിൽക്കാലോ. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒരാളെ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ നിൽക്കാൻ സ്ഥിരമായിട്ട് വന്നൂടെ? അതിന് കുഴപ്പമുണ്ടോ? അത് വേണ്ട. 2 പേരും കൂടെ കൂട്ടും കുടുംബമൊക്കെ ആയിട്ട് കഴിയല്ലേ. പ്രത്യേകിച്ച് നമ്മൾ രണ്ടാളുടെ ബന്ധം ഇങ്ങനെ അത് വേണ്ട. കൂട്ടും കുടുംബമായിട്ട് തന്നെയല്ലേ എപ്പോഴും കഴിയണം. അതിനിപ്പോൾ എന്താ പ്രശ്നം? എനിക്ക് പേടിയുണ്ട്. എന്തിനു പേടിക്കാൻ? പേടിക്കൊന്നും വേണ്ട. ഇവളറിയാതെ സൂക്ഷിച്ചാൽ മതി. കാരണം അവരുടെ കണ്ണ് നിറയരുത്. അതൊരിക്കലും ഇല്ല. ഓളെന്തായാലും ഞാൻ വിഷമിപ്പിക്കൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു പോയി, ഇതൊക്കെ ഒരു രസമായിട്ട് മാത്രം കരുതിയാൽ മതി. പിന്നെ ഓള് കണ്ണിൽ നോക്കിയിട്ട് ആളെനെ മനസ്സിലാക്കുന്ന ആളാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നുമില്ല. അറിയാതെ സൂക്ഷിക്കുക. ഇപ്പോ അവളുടെ പ്രസവം ഒക്കെ കഴിഞ്ഞ് പിന്നെ അവള് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാല് 90 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അപ്പൊ പിന്നെ ഇപ്പോ ഓളിവിടെ എല്ലാ പരിപാടിയും പണികളും ഒക്കെ ആയിട്ട് എന്നെ സഹായിക്കാനൊക്കെ ഉണ്ടാവും ചെയ്യും.
ആ സമയത്ത് നമുക്ക് പുറത്തും പോവാലോ. അപ്പോൾ ഓളെ അറിയൊന്നുമില്ല. ഇത് ചിരിക്കും ഒന്നുമില്ല കേട്ടാ. ആ തൽക്കാലം ഞാൻ പോവാ. സൂക്ഷിക്കണം കേട്ടാ. അറിയാതെ നോക്കിക്കോളുണ്ട്. ഫോൺ എടുത്തില്ലേ? ആ ഓ